ഫസ്ലുൻ വൽ ഫർളു വൽ ഖർളു കടം കൊടുക്കാനായിരിക്കും. തംലീകു ശൈഇ അലാ അൻ യറുദ്ദൽ മുഖ്തരിദു മിസ്ലഹു. ഒരു സാധനത്തിനെ മറ്റൊരാൾക്ക് മിൽക്കാക്കി കൊടുക്കുന്നു, അത് ആ സാധനം പോലെ തന്നെ തിരിച്ചു തരണം എന്ന അടിസ്ഥാനത്തിൽ. അത് തിരിച്ചു തരാൻ പിന്നെ അതുണ്ടാവും. അത് വായ്പ തന്നെ പറയാം, കടമെന്ന് പറയുന്നത്. 1000 രൂപ നിനക്ക് ഞാൻ മിൽക്കാക്കി തരുന്നു, അതേപോലത്തെ 1000 എനിക്ക് തിരിച്ചു തരണം. പിന്നീട് അതിനെ ഖർദ് എന്ന് പറയാം. മനസ്സിലായല്ലേ? ഫസ്ലുൻ ഫി അഹ്കാമിൽ ഖർദി എന്നതിലർത്ഥം കടം കൊടുക്കുന്നതിന്റെ വിധികളിൽ പറയുന്ന പാഠം. വമൻ യുഖ്രിദുല്ലാഹ മൻ അഖ്റദ ലില്ലാഹി മർറത്തൈനി കാന ലഹു മിസ്ല അജ്രി അഹദിഹിമാ ലൗ തസദ്ദഖ ബിഹി. 2 പ്രാവശ്യം ഒരാൾക്ക് കടം കൊടുത്തു, 1000 വെച്ചിട്ട്. അയാൾ ഇതിന് തിരിച്ചു തരും. എനിക്ക് 1000 രൂപ സദഖ കൊടുത്തതിന്റെ കൂലി എനിക്ക് കിട്ടും. മനസ്സിലായി? അങ്ങനെയാ. തിരിഞ്ഞ കടം കൊടുക്കുന്ന 1 ദിർഹം 10 ദിർഹമിന്, സദഖ കൊടുക്കുന്ന 1 ദിർഹം 10 ദിർഹമിന് തുല്യാണ്. 1 കൊടുത്താൽ 10. മനസ്സിലായില്ല? എന്നാ 1 രൂപ കടം കൊടുത്താലോ 18 രൂപ കടം കൊടുത്തതിന്റെ കൂലി കിട്ടും. അല്ല എന്താ? കാരണം കടം കൊടുക്കുന്നത് ഒരു ആവശ്യക്കാരന് കൊടുക്കുന്നതല്ലേ. സദഖ ആവശ്യക്കാരന് എല്ലാത്തിനും കൊടുക്കാമല്ലോ. അതുകൊണ്ടാ 18 എന്ന് പറഞ്ഞു. കടം കൊടുക്കുന്നത് ഒരാളുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി കൊടുക്കുന്നതല്ലേ. അപ്പൊ 1 രൂപ കടം കൊടുത്താല് 18 രൂപ കടം കൊടുത്താലേ കൂലി കിട്ടും. ആ 1 രൂപ നമുക്ക് തിരിച്ചു തരികയും ചെയ്യും മറ്റാണ്. അപ്പൊ 100 രൂപ കടം കൊടുത്താല് 18 100 കൊടുത്തതിന്റെ കൂലി കിട്ടും. 1800 കൊടുത്തതിന്റെ കൂലി കിട്ടും. പിന്നെ 100 രൂപ എന്ത് ചെയ്യും? തിരിച്ചിട്ടും ചെയ്യും. അപ്പൊ സദഖ നല്ല കടാണോ? വേണ്ട. ഒരാവശ്യക്കാരന്റെ ആവശ്യം നിറവേറ്റി, ഒരു വിഷമക്കാരന്റെ വിഷമം ഇല്ലാതാക്കി കൊടുക്കും. മൻ നഫ്ഫസ ഖുർബത്ത മുഅ്മിനിൻ നഫ്ഫസല്ലാഹു ഖുർബത്തഹു യൗമൽ ഖിയാമ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിഷമത്തെ ഈ ദുനിയാവിൽ വെച്ച് ആരെങ്കിലും തുറസ് ചെയ്തു കൊടുത്താൽ, നഫ്ഫസ എന്ന് പറഞ്ഞാൽ ശ്വാസം വിടുന്നതിനർത്ഥം. ശ്വാസം നല്ലോണം വിടാനുള്ള അധികാരം കൊടുത്താൽ അതിനർത്ഥം. കാരണം ശ്വാസം മുട്ടി നിൽക്കുക, പഠിച്ചാൽ എന്തു ചെയ്യും, എങ്ങനെ വീട്ടു അല്ലാ, ഒരു വേദന പൈസ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ശ്വാസം തിങ്ങി ഇങ്ങനെ നിൽക്കുക. അപ്പൊ അളിയാ ഒരു 5000 കട നിന്നേക്കാം, പിന്നെ ചെന്നാ മതി. ഓ, അപ്പൊ അവന്റെ ഒരു സന്തോഷം പഠിച്ച റബ്ബേ. മനസ്സിലായില്ല? 5000 കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ എന്ത് ചെയ്യും അവധിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാണ്. ഇപ്പൊ അവൻ വരും പിടിക്കാൻ നമ്മളെ. അപ്പൊ ഒരാള് 5000 ഉണ്ട്, നന്നാണ് ഇത്, പിന്നെ അളയന്റെ കൈ കിട്ടും, നന്നാ മതി. ഓ, അന്നേരം ആ 5 ലക്ഷം കിട്ടിയ എന്റെ പഠിക്കായിരിക്കും ആ 5000 കിട്ടി. കാരണം അത്രത്തോളം ശ്വാസം മുട്ടി ഇങ്ങനെ തിങ്ങി നിൽക്കുക. അപ്പൊ നഫ്ഫസ, ആ ശ്വാസത്തിനെ അയപ്പിച്ചു കൊടുത്താൽ അതിനർത്ഥം, യഥാർത്ഥ അർത്ഥം പറഞ്ഞാൽ. അപ്പൊ 1 കൊടുത്താൽ 10 സദഖയ്ക്ക്, ഹദിയയ്ക്ക്. മനസ്സിലായില്ലേ? 1 കൊടുത്താൽ 18 കടം കൊടുത്താൽ. അതുകൊണ്ട് പൈസ എല്ലാം ഉണ്ടെങ്കിൽ കുഞ്ഞുകൊണ്ട് തരി, കടം കൊണ്ട് തരി. ഞാൻ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു തരാം. ഇവിടെ കുറച്ച് കടമുണ്ട്, അത് വീട്ടാനാണ്. ആ ടൈലാണെ കൊടുക്കാനുണ്ട്, പ്ലംബിംഗാണ് 10-12 രൂപ കൊടുക്കാനുണ്ട്. അൽ ഖർദു കടം കൊടുക്കൽ
തംലീഖു ശൈഇ അലാ അൻ യറുദ്ദൽ മുഖ്തരിദു മിസ്ലഹു. ഒരു സാധനത്തിനെ ഒരാൾക്ക് എന്ത് ചെയ്യുന്നു? മിൽക്കാക്കി കൊടുക്കുന്നു, അതുപോലെ തന്നെ മടക്കി തരണമെന്ന നിബന്ധന അനുസരിച്ച്. അൽ ഖർദു മൻദൂബുൻ ഇലൈഹി, അതിലേക്ക് ക്ഷണിക്കപ്പെടുന്നതാണ് ശർഇന്റെ ഭാഗത്തിൽ കൂടി, അതിലേക്ക് സുന്നത്താക്കപ്പെടുന്നുണ്ട് എന്ന്. എന്താ ഖർദു ശൈഇ ഖൈറും മിൻ സദഖത്തിഹി എന്നൊക്കെ ഉണ്ട് ഹദീസിനകത്ത്. ഒരു സാധനത്തിന് കടം കൊടുക്കൽ അതിനെ സദഖ എന്നതിനേക്കാള് ഖൈറാണ്. വഖബൂലി ബീജാബിൻ വഖബൂലി, ഈജാബും കബൂലും അവിടെയും വേണം. മിസ്ലു അഖറൽ തുക്ക, അല്ലെ മിസ്ലിന്ന് വായിക്കാം, അതിന് ബദലായിട്ട് മിസ്ലി അഖറൽ തുക്ക ഔ അസ്ലഫ് തുക്ക. ഇത് ഞാൻ നിനക്ക് കടം തന്നു, അസ്ലഫ് തുക്ക നിനക്ക് ഞാൻ മുന്നോടിയായി തന്നു, പിന്നീട് തരണമെന്നനുസരിച്ച്. അപ്പൊ യജൂസ് ജായിസാകും. ഇനി ഏതെല്ലാം കടം കൊടുക്കാൻ പറ്റുമെന്ന, ഒരു ചട്ട ഒരു കുട്ട ചാണാൻ കടം കൊടുക്കാൻ പറ്റുമോ? ചാണകം വിൽക്കാൻ പറ്റില്ലല്ലോ. വിൽക്കാൻ പറ്റാത്ത ഒന്നും ചെയ്യാൻ പറ്റില്ല. യജൂസ് ജായിസാകും. ഖർദു കുല്ലിമ, ഒന്നെല്ലാം കടം കൊടുക്കും. എങ്ങനത്തെ ഒന്ന്? യജൂസു സലമു ഫീഹി, അതിൽ സലമ് ജായിസാകും. സലമ് ജായിസാകുന്ന ഒന്നെല്ലാം എന്ത് ചെയ്യാം? കടം കൊടുക്കാൻ പറ്റുന്നതാണ് എന്ന്. ഒന്ന് ല, അതിനകത്ത് സലമ് കച്ചവടം പറ്റാത്ത ഒന്ന് ഫല, കടം കൊടുക്കാനും പറ്റില്ല. ഒമാ ല ഫല. ഈ വാർത്ത എത്ര ചുരുക്കല്ല? ചൊവ്വാഴ്ച ഒമാ ഒരു സാധനം ലാ യജൂസു ഫീഹി സലമു ഫലാ യജൂസുൽ ഖർദു എന്നതിന്റെ ബാക്കി, അതിന്റെ ഷോർട്ട്, അതിന്റെ ഫുള്ള്. ഫലാ യജൂസു ഫീഹി, ഇതിൽ ജായിസാവില്ല, കടം കൊടുക്കുമ്പോൾ അനുവദനീയമല്ല. ഷർത്തുൽ അജലി അല്ല, തിരിഞ്ഞ ഇന്ന ദിവസം എന്ന് ഷർത്താക്കാൻ പാടില്ല. തിരിഞ്ഞോ? അത് നിബന്ധനയാണ്. കടം കൊടുക്കണം, പിന്നോട്ട് തരും. എന്താ എന്തിനാ പിള്ളേ? ഫലാ യജൂസു ഫീഹി ഖർദുൽ ജായിസാവില്ല, ഷർത്തുൽ അജലി. എന്താ കാരണം ഇത്തരാം തീയതി കൊണ്ടു തരണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു 10,000 നിനക്ക് തരും, ഫെബ്രുവരി ലാസ്റ്റ് തരണം. ഫെബ്രുവരി 28-ാം തീയതി തരണം. 28 ഉള്ളത് എന്താ എന്ന് പറഞ്ഞ് നിബന്ധനയാക്കി കടം കൊടുക്കുമ്പം ഈ ഫെബ്രുവരി 28-ാം തീയതി ഞാൻ ചിലപ്പം കൊണ്ടുതരും, വന്ന് സുനാമി അടിച്ചാലും, അല്ലെങ്കിൽ അന്നിവിടെ കൊള്ളക്കാരും നമ്മളെ മുതലെടുത്തോണ്ട് പോയാലോ? തിരിഞ്ഞില്ല. അതാണ് അവിടെ. അപ്പൊ അത് തിരിഞ്ഞോ? അല്ലെ ആ ദിവസം കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കുമ്പോ അവന്റെ തൊള്ളടിച്ചു പോയി, എന്നാലോ എന്ത് ചെയ്യും? തിരിഞ്ഞോ? അപ്പൊ അത് അങ്ങനെ നിബന്ധനയാക്കി നിബന്ധന പസാദാവും, അത്രയേ ഉള്ളൂ. അക്കത്തൊക്കെ ശരിയാവും ഏട്ടാ. ഷർത്തങ്ങ് പസാദാവും, അക്കത് ശരിയാവുകയും ചെയ്യും ഏട്ടാ. പിന്നെ വലാ ഷർത്തു, നിബന്ധനയും പറ്റില്ല. വലാ ഷർത്തു ജർരി മൻഫഅത്തി, അല്ലെങ്കിൽ വലാ ഷർത്തുൻ, അതായത് ജറ മൻഫഅത്തൻ എന്ന്. വലാ ഷർത്തു ജർരി മൻഫഅത്തിൻ, ഒരു പ്രയോജനത്തിനെ വലിച്ചു കൊണ്ടുവരിക എന്ന നിബന്ധനയും പറ്റില്ല. ഞാൻ 10,000 കടം തരാം, 10,000 തിരിച്ചരണം, അപ്പൊ കൂടുതലായില്ലേ, അപ്പൊ പലിശ.
അല്ലെങ്കിൽ നിനക്ക് 1 ലക്ഷം രൂപ കടം തരാം, പക്ഷെ ഒരു നിബന്ധനയുണ്ട്, എന്റെ കുട്ടികളങ്ങ് സ്കൂളിലാക്കണം എന്നും കൊന്നു എല്ലാ ദിവസവും. മനസ്സിലായില്ല? അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു ബിരിയാണി കൂടെ കൊണ്ടുവരണം. അതൊരു മംഫയത്തിനെ വലിച്ചുകൊണ്ടുവരണം. അങ്ങനെ നിബന്ധനയാക്കാൻ പാടില്ല. ഇപ്പൊ അയാൾ വല്ല തന്നാമ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, മേടിക്കാതിരിക്കണം നല്ലത്. നിബന്ധന അല്ലാതെ അയാൾ നമുക്ക് തന്നു, മനസ്സിലായില്ല? പക്ഷെ ആ തരലിൽ എന്തുണ്ട്, അതിന്റെ ഉള്ളിലൊരു അല്ല. നമ്മൾ 10,000 കട കൊടുത്തില്ല അവരിത് തരുമോ? നമ്മൾ 10,000 കട കൊടുത്തില്ലെങ്കിൽ ഇത് തരുമോ? ഇല്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തോ ഒരു മനസ്സിലായില്ല. അപ്പൊ ഹനീഫ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുമ്പോ ഭയങ്കര മഴ. അപ്പൊ ആൾക്കാർ ഇവിടെ കയറി നിൽക്കുന്നതാണ്. അപ്പൊ നോക്കുമ്പോ അവിടെ ഒരു വീടാണ്. ആ വീട്ടിൽ അയാൾ എനിക്ക് പൈസ തന്നുണ്ട് കടം. അപ്പൊ ഞാൻ ഇനി അവിടെ കയറി അതിനൊരു ലാഭം അല്ല, ഞാൻ അയാൾക്ക് പൈസ കൊടുത്തോണ്ട്, അബൂനിബത്തങ്ങൾ അയാൾ കട കൊടുത്തോണ്ട്. അപ്പൊ അതിന്റെ ഒരു ലാഭം ഞാൻ ഈ തണല് കൊള്ളലാൽ അവിടെ കയറി നിൽക്കലാൽ എടുത്തു എന്നൊരു വഹമുണ്ടാകാം, ലഘു ചാൻസ്. മനസ്സിലായില്ല? അപ്പൊ അതങ്ങനെ നമ്മൾ മേടിക്കാൻ നിൽക്കല്ലോ. അവനോട് ചോദിക്കണം, നിനക്ക് ഞാൻ 10,000 കടം തന്നിട്ടല്ലേ ഇപ്പൊ ഇത് തന്നെ, അല്ലെങ്കിൽ നീ തരുമോ? എന്റെ മനസ്സറിഞ്ഞൊരു 2 രൂപ എനിക്ക് തരുമോ നീ? എന്താ നിബന്ധനയാക്കിയാൽ അത് പലിശയാവും, നിബന്ധനയാക്കിയില്ലെങ്കിലോ എന്താ? നമ്മൾ എഴുതിയൊക്കെ ഒപ്പിട്ട് കൊടുക്കുകയല്ലേ ഗവൺമെന്റിൽ, ഇത്ര അടച്ചേക്കാതെ, അപ്പൊ പലിശയാവും. പലിശയില്ലെന്ന് പറയാൻ പറ്റില്ല അവിടെ. നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞാലേ ആവുള്ളൂ എന്നൊക്കെ ചില ആൾക്കാർ, അതൊന്നുമല്ല, അതൊക്കെ വെറുതെ. നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും പൈസ അവിടെ അവർ പറയുന്ന നിബന്ധനകൾ എഴുതി തരികയല്ലേ, അതെല്ലാം അംഗീകരിച്ചു തന്നെയല്ലേ ഒപ്പിട്ട് കൊടുക്കുന്നത്. അവന്റെ അങ്ങനെ പലിശ വന്നിരിക്കും. ഒരു ചെറു പഞ്ചായത്ത്, മനസ്സിലായില്ല? ആര് ചെറു പഞ്ചായത്ത് ചെയ്തു? ബാങ്കുകാർ. അവര് നമുക്ക് 5 ലക്ഷം രൂപ തരുന്നു, വീട് ഭവന വായ്പ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. പക്ഷെ നമ്മൾ അടയ്ക്കുമ്പോ എത്ര അടയ്ക്കണം? 5 അടച്ചാൽ മതിയോ? 5 അടച്ചാൽ മതി, ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഇത്ര പൈസ കടന്നു തല്ലിപ്പോട്ട്. അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? അവരെഴുതിയാലും എഴുതിയില്ലെങ്കിലും എന്തായാലും നമുക്ക് 10 ലക്ഷം രൂപ തന്നതല്ലേ, ഞാനൊരു പണം നിർത്തേക്കാം. സംഗതി പാല് കൊടുത്തില്ല, അവർ 10 തരുമോ? അപ്പൊ അതിന്റെ ഉള്ളിലൊരു എന്തുണ്ട്, അതിന്റെ ഉള്ളില് പടച്ചവരെ പറ്റിക്കുന്ന പണിയൊന്നും ശരിയാവത്തില്ല. സംഗതി പലിശയാണ്. തിരിഞ്ഞോ? അത് ഞങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞില്ല, അതൊക്കെ ഒരു ഒളിച്ചോട്ടോന്നല്ലാതെ അതിനെ പറ്റുന്ന പറയാൻ ഏതാ? അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരിടത്ത് പോയി പൈസ എടുക്കും, ലാഭവിഹിതം കൊടുത്തേ ഉള്ളൂ, ഉസ്താദ് കുഴപ്പമില്ല, എന്ത് ലാഭവിഹിതം കൊടുത്തേ ഉള്ളൂ, ഈ ലാഭവിഹിതം അയാൾക്ക് അതിലേ കൊടുക്കും. അടുത്ത ഞങ്ങളോട് ചോദിച്ചാൽ മതി, അതിപ്പോ അയാൾ 10,000 തന്നിട്ടല്ലേ ഇച്ചാളി 2,000 തൊട്ട് കൊടുത്തത്, അല്ലേ ഇപ്പൊ എന്നെ കൊടുക്കുവോ? ഇല്ല. പല ഷർത്തു ജരി മംഫഅത്തിൻ എന്ന് വായിക്കല നല്ലത്. ഏതുപോലെ കറദ്ദിൽ അജുവതി, കണ്ടാ, ഞാൻ നിനക്ക് സ്വർണം കടം തരാം, പക്ഷെ എന്റെ അടുക്കലുള്ള സ്വർണം പഴയ സ്വർണം, നീ തിരിച്ചു വരും പുതിയ സ്വർണം കൊണ്ട് തരണം. അപ്പൊ അജുവതിന് മനസ്സിലായില്ല. ഔവലാൻ തബിയനി അബിദക ബികദ, നിനക്ക് ഞാൻ 10,000 രൂപ കടം തരാം, എന്റെ പശുവിന് 5,000 രൂപയ്ക്ക് എനിക്ക് തരണം. ആ പശുവിന് 6,000 രൂപ വരെയുള്ളതാ. അപ്പൊ ഞാൻ ഈ 10,000 രൂപ കടം കൊടുക്കുന്നതുകൊണ്ട് 1,000 രൂപ കുറച്ചിടണം. അപ്പൊ ഒരു മമ്പയത്തായില്ലേ? അതൊന്നും പാടില്ല. അതാ ഔവലാൻ തബിയനി, നീ എനിക്ക് വിൽക്കണം, അബിദക എന്റെ അബിദിനെ വിക്കത, ഇന്നതിന് പകരമായിട്ട് വിൽക്കണമെന്ന് നിബന്ധന വെച്ചു കൊടുത്താലേ ആ ജർറു മംഫഅത്ത്, ഒരു പ്രയോജനത്തിനെ വലിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഫഇന്നഹു റിബൻ. കണ്ടാ? അറിഞ്ഞില്ല? അവിടെയാണ് ഫൈൻ റദ്ദ അലൈഹി. ഇനി നമ്മള് ഈ വാക്കാ എല്ലാരും പിടിക്കുന്നത്. ഫൈൻ റദ്ദ അലൈഹി, കടം കൊടുത്തവന്റെ മേൽ കടം സ്വീകരിച്ചവൻ മടക്കി കൊടുത്തു. അൽ മുഖ്തരിദു,
കടം വാങ്ങിയവൻ എന്ത് ചെയ്തു? മടക്കി കൊടുത്തു. ആരുടെ വില? കടം കൊടുത്തവന്റെ വില. എന്തിനെ കൊടുത്തു? അജുവത, നല്ലതിനെ കൊണ്ട് കൊടുത്തു. എങ്ങനെ കൊടുത്തു? മിൻഗൈരി ശർത്തിൻ, നിബന്ധനയൊന്നും കൂടാതെ. അനുവദനീയ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെച്ചാൽ ഉസ്താദ് നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുന്നത് എന്തുവാ? 5 ലക്ഷം നമ്മൾ എടുക്കുന്നതേ എന്തിയാ? 6 ലക്ഷം നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായില്ല? അതൊക്കെ ഒരു ഒളിച്ചോട്ടമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ അതിനൊന്നും മസാല 10 വരുന്നില്ല. എന്താ നമ്മൾ വണ്ടി എടുക്കുന്നു, CC ഇട്ട് വണ്ടി എടുക്കുന്നു, പാടല്ലോ. CC ഇട്ട് വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടി എടുക്കാൻ ചെല്ലുമ്പോൾ ഏതെങ്കിലും മുതലാളിമാര് എന്ത് ചെയ്യും? അതിന്റെ പൈസ അങ്ങനെ അടച്ചേക്കാന്ന് പറയും. അല്ല, ഷോറൂമിൽ നിന്ന് വണ്ടി കടം കിട്ടത്തില്ലല്ലോ. ഷോറൂമുകാർക്ക് പൈസ കൊടുത്താലേ എന്ത് ചെയ്യത്തുള്ളൂ? അവർ വണ്ടി അടക്കത്തുള്ളൂ. ഈ ഷോറൂമുകാർക്ക് കൊടുക്കാൻ നമ്മളെ പൈസ ഇല്ല. നമുക്ക് ആരെന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു കമ്പനി നമുക്ക് ഇത്ര ലക്ഷം രൂപ പാസ്സാക്കി തരും. നമ്മളവിടെ ഇതൊക്കെ വെക്കണം. നമ്മൾ ഇത്ര ലക്ഷം രൂപ എന്ത് ചെയ്താൽ മതി? ഈ കമ്പനിക്ക് അടച്ചു കൊടുത്താൽ മതി. ഷോറൂമിൽ നമ്മൾ വണ്ടി അടിക്കുന്ന എത്ര രൂപയ്ക്കാ? 10 ലക്ഷം രൂപയ്ക്ക്. ആ 10 ലക്ഷം രൂപ ആര് കൊടുക്കും? മറ്റേ മുതലാളി കൊടുക്കും. മനസ്സിലായില്ല? മനസ്സിലായില്ല? അസലം മുതലാളി കൊടുക്കുന്നു 10 ലക്ഷം രൂപ. ഞാൻ 10 ലക്ഷം രൂപ വണ്ടി എടുക്കുന്നു. 10 ലക്ഷം രൂപ അസലം മുതലാളി എന്നെ തരികയല്ല, ഷോറൂമുകാർക്ക് കൊടുക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? തവണകൾ തോറും 12 ലക്ഷം രൂപ അസലം മുതലാളിക്ക് അടച്ചു കൊടുക്കണം. അപ്പൊ ഈ 2 ലക്ഷം രൂപ എന്തുവാ? പലിശ. അപ്പൊ ഞാൻ കരുതിയ എന്തായാലും 10 ലക്ഷം രൂപ തന്നതല്ലേ പൊന്നാളി അസലം മുതലാളി, അവ 2 ലക്ഷം രൂപ ജനം കൊടുത്തേക്കാം. കാരണം അസലം മുതലാളി ഞാനോട്ട് എന്തില്ല, ബന്ധമൊന്നുമില്ലല്ലോ. ഷെർത്തുണ്ടോ? ഇല്ലല്ലോ. അസലം മുതലാളി ആരോട്ടാ ബന്ധം വെച്ചേക്കുന്നത്? കമ്പനിക്കാർ, ഷോറൂമുകാരോട്ടാ. അപ്പൊ ഞാൻ അസലം മുതലാളി ബന്ധമില്ല. ഞാൻ ഷോറൂമിൽ എന്ത് ചെയ്തു? വണ്ടി എടുത്തു. അപ്പൊ ഞാൻ ആദ്യത്തിന് എടുക്കും 12,000 രൂപയ്ക്ക് എടുക്കുന്നു, 12 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുക്കുമെന്ന് കരുതിക്കും. ഇതെല്ലാം ഒരു ഒളിച്ചോട്ടം. എന്നെ അതിനെപ്പറ്റി പറയാൻ പറ്റും? ഞാനെങ്ങനെ കരുതിയിട്ടുള്ളൂ ഉസ്താദെ? ഒരാൾ പറഞ്ഞപ്പോ ഒരു നാളെ പറഞ്ഞു പറയാ, ഞാൻ 12 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുത്തു. എന്താ എന്ന് പറഞ്ഞപ്പോ വല്ലതും പറയാൻ പറ്റും? നാടനോടൊന്നും പറയാൻ പറ്റൂ? ഇനി ഉസ്താദെ ഞാൻ 12 ലക്ഷം രൂപയ്ക്കാണ് വണ്ടി എടുത്തിരിക്കുന്നത്. അസലം മുതലാളി 10 കൊടുത്തുള്ളൂ. അപ്പൊ ഞാൻ ഇതിന്റെ കാര്യമില്ലല്ലോ. ഞാനിപ്പോ എന്തായാലും അസലം മുതലാളിക്ക് 12 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. എന്നൊരു നാടൻ കാക്ക വന്നു പറഞ്ഞാൽ എന്തോ പറയും? അവിടെ നമ്മൾ പറയും, ഈ അസലം മുതലാളി നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരണമെങ്കിൽ, ഷോറൂമുകാർക്ക് 10 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ നിങ്ങൾ 12 കൊടുക്കണമെന്ന ഒരു ഉള്ളിലൊരു ഇരിപ്പ് ആക്കൊണ്ട്. അപ്പൊ ആ അസലം മുതലാളിക്ക് 2 ലക്ഷം രൂപ എന്തായി? പലിശയായി. മനസ്സിലായില്ല? അപ്പൊ ആ അസലം മുതലാളിക്ക് അത് പറ്റില്ല വാങ്ങാൻ. അപ്പൊ നീ കൊടുത്താലോ? പലിശ കൊടുത്തവനായി നീ. ഇത്രയേ ഉള്ളൂ. പലിശ തീറ്റിപ്പിച്ചനായി. ആക്കിലുഹു മൂക്കിലുഹു, തിന്നവനും തീറ്റിപ്പിച്ചവനും എല്ലാം നരകത്തിലാണ്. അതൊക്കെ ഒരടവുകൾ എന്നേ നമ്മൾ പറയാൻ പറ്റും. ഏത്? ഈ വണ്ടി അടവിനെടുക്കുക എന്നുള്ളൊരു അടവാണ്. ആദ്യത്തെ അടവിന്റെ അർത്ഥം, രണ്ടാമത്തെ അടവിന്റെ അർത്ഥം രണ്ടാണ്. മനസ്സിലായില്ലേ? പടച്ചനെ വെട്ടിക്കുന്ന പരിപാടി. പൈസ കൊണ്ട് എടുത്താൽ മതി, അല്ലെ ബസ്സിൽ പോണം. എന്താ? അതുകൊണ്ട് നമ്മളതിനൊന്നും അനുഭവം തരുന്നില്ല. ബാക്കി യജൂസ് അനുവദനീയമാണ്. ഷർത്തുർ റഹീനി, 10,000 രൂപ നിനക്ക് ഞാൻ തരാം, പക്ഷേ 10,000 രൂപയുടെ വിലയുള്ളൊരു വാച്ചിന് കൂടെ കൊണ്ട് വെച്ചാലേ പൈസ തരുമ്പോൾ തരാം, കുഴപ്പമില്ല. എന്താ 10,000 രൂപ നമ്മൾ 10,000 രൂപയുടെ ഒരു മാല കൊണ്ടുവച്ചിട്ട് 10,000 രൂപ എടുക്കുന്നു, 10,000 രൂപ തിരിച്ചടയ്ക്കുന്നു, കുഴപ്പമില്ല. അതിനാ റഹനെന്ന് പറയാം. അല്ല, ഇവിടുത്തെ റഹനല്ല, അത് പലിശ റഹനാണ്. മനസ്സിലായില്ല? അത് നമ്മൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ തിരിച്ചടയ്ക്കുന്നു. അപ്പൊ സിയാദത്ത്
അത് ജെറു മൻഫഅത്തല്ല ചോദിക്കുന്നത്. അത് കാരണം ഞാൻ വണ്ടി പണയം കൊടുക്കുന്ന അതിന് ഹഖീഖത്തൊന്ന് പറയാൻ നോക്കട്ടെ. എന്റെ അടുക്കൽ ഒരു വണ്ടിയുണ്ട്. എന്റെ അടുക്കലുള്ള വണ്ടി എന്തു ചെയ്യുന്നു? 3 ലക്ഷം രൂപ എനിക്ക് തരുന്നു. എന്നിട്ട് ഈ വണ്ടി മഖ്സൂദ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. 3 ലക്ഷം രൂപ എനിക്ക് തന്നു. ഈ വണ്ടി മഖ്സൂദ് കൊണ്ടുപോയിട്ട് അവനെന്ത് ചെയ്യുന്നുണ്ട്? അവന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പൊ എന്റെ വണ്ടി കൊണ്ടുള്ള ഉപകാരമെടുക്കൽ നീ ചെയ്യുന്നില്ലേ? നീ തിരിച്ചു വരുമ്പോൾ, വണ്ടി തിരിച്ചു വരുമ്പോൾ അതിന്റെ എല്ലാ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് തരുമ്പോൾ ഈ പൈസ ഞാനങ്ങ് തിരിച്ചു കൊടുക്കണം. അതല്ലേ? അങ്ങനല്ലേ? അതാണോ വണ്ടി പണയെന്ന് പറ. അങ്ങനെയാണോടാ? ഇല്ല. അപ്പൊ ഞാൻ ഈ പൈസ ഉപയോഗിക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ്? അപ്പൊ ഞാനൊരു ജെറു മൻഫഅത്ത് ചെയ്തില്ലേ? ചില ആൾക്കാർ വണ്ടി എടുത്തോണ്ടങ്ങ് പോകും. വണ്ടി എടുത്തിട്ട് മാസം ഇത്ര റുപ്യ നിങ്ങൾക്ക് തരാന്ന് പറയും. 15,000 രൂപ നിങ്ങൾക്ക് അടച്ചേക്കും. അവൻ മാസം 20,000 രൂപ ഓടി ഉണ്ടാക്കും. ഞങ്ങൾക്ക് 15,000 രൂപ. മറ്റാൾ പൊരുത്തപ്പെട്ട് എന്നാ കുഴപ്പമില്ല. എന്നോട് പലരും ചോദിച്ചല്ലോ വണ്ടി ഇങ്ങനെ തരാമെന്ന്. അവന് വേണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഒരു ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഈ 3 ലക്ഷം രൂപ ഞാൻ വണ്ടി അതിൽ എനിക്ക് തരുമോ? അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഉസ്താദിന് 3 ലക്ഷം രൂപ കൊടുക്കും, പക്ഷെ ഞാൻ മുതലാക്കി എടുക്കും ഉസ്താദിന്റെ ഇത്. എങ്ങനെ? അതല്ലേ ഒരു അർത്ഥം? അതെല്ലാം ഒരു ജെറു മൻഫഅത്ത്. തിരിഞ്ഞോ? അതൊക്കെ ചെറുത്താക്കിയാലത് പലിശയാവും. ഫഇന്നഹു റിബൻ എന്ന് കിതാബ് പറഞ്ഞുപോയി. തിരിഞ്ഞില്ല? അല്ലെങ്കിൽ വന്നമാനി, ജാമ്യത്തിന് നിബന്ധനയാക്കാം. 15,000 രൂപ കടം തരാം, അല്ലെങ്കിൽ ജാമ്യം നിൽക്കട്ടെ. കാരണം എന്താ? ഈ 15,000 രൂപ നീ അന്നിലെ ആളായിന്ന് മേടിക്കണം. ആൾ ജാമ്യം അത് കുഴപ്പമില്ല. യജിബ് നിർബന്ധമാകും റദ്ദുൽ മിസ്ലിന് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ കൊടുക്കണം അയാൾക്ക്. ഇവലൻ ജാസ. 15,000 രൂപ ഞാൻ മേടിച്ചിരുന്നു. അപ്പം മഖ്സൂദ് പറഞ്ഞു ഉസ്താദ് 15,000 രൂപയ്ക്ക് വാച്ച് ചെന്നാൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ 15,000 രൂപയ്ക്ക് ഇവള് പൈസ തന്നെ തരണമെന്നില്ല, ഉസ്താദ് വാച്ച് ചെന്നാൽ മതി. അല്ല അഖദ അൻഹു, അതിനെ തൊട്ടവൻ പിടിച്ചാൽ ഇവലൻ, ഒരു പകരത്തിനെ പിടിച്ചാൽ ജാസ, അത് ജായിസാവും. അഖറദഹു, വേണ്ട, ഞാൻ പൈസ കൊടുത്തു, മഖ്സൂദിന് ഞാൻ പൈസ കൊടുത്തു. അങ്ങനെ മഖ്സൂദ് പൈസ കൊണ്ട് പോയതാണ്. പിന്നെ അവനെ കണ്ടുമുട്ടുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ്. സുമ്മ ലഖിയഹു ബിബലദിൻ ആഖറ. അപ്പൊ ഫതലബഹു, എവിടെ പൈസ? ലസിമഹു കൊടുക്കാൻ പറ്റും, കൊടുക്കണം. എപ്പോഴും ഇൻകാന ദഹബൻ ഔ ഫിദ്ദത്തൻ വനഹുമ, സ്വർണ്ണോ വെള്ളി അതുപോലത്തേക്കാണെങ്കിൽ തിരിച്ചങ്ങോട്ട് കൊടുക്കണം. വൈങ്കാനലി ഹംലി മൂനത്തുൻ, എന്റെ ഒരു സാധനം എടുത്തോണ്ട് പോയതാണ്, പക്ഷെ അതിനെ അവിടെ കൊടുക്കണമെങ്കിൽ നല്ല ചെലവ് വരും. അവനെ നാട്ടിൽ കൊടുത്താലും തന്നെ ചെലവ് വരത്തില്ല. ഈ സാധനത്തിന് ഞാൻ അവിടെ കൊടുക്കുകയാണെങ്കിൽ എന്താവും? ചെലവ് വരും. അതാ കൊടുക്കണ്ട, നാട്ടിൽ നിന്നോട്ട് കൊടുത്താൽ മതി. വേണ്ട. വൈകാലി ഹംലി മൂനത്തിന് ഹിന്ദത്തിൻ ഷൈറിൻ, ഗോതമ്പോ അല്ലെങ്കിൽ പിന്നെ ബാർലിയോ, ഒരു ചാക്ക് അരിയാണ് എന്റെ കടം മേടിച്ചത്. അപ്പൊ അവിടെ വെച്ചിട്ട് ഓടിച്ചു എന്താ ഇത് വീട്ടിലെത്തിക്കണം എന്ന് പറയാൻ പറ്റുമോ? എന്നാ പിന്നെ ഒരാൾക്കാണ് എന്താ കൊണ്ടുപോയോ? അപ്പൊ പറയാ അത് പറ്റില്ല, എന്റെ വീട്ടിലെത്തിക്കണമെന്ന്. എന്നാ നാട്ടിലെത്തിട്ട് നമുക്ക് കൊടുക്കാം. കാരണം ഈ വീട്ടിലെത്തിക്കുന്ന പൈസ ആരും കൊടുക്കും? മനസ്സിലായില്ല? കടം മേടിച്ചു കൊടുക്കേണ്ടി വരുത്തല്ലേ? അതിന് വേണ്ട. ഫല ബൽ തൽസമുഹു, അവന് നിർബന്ധമാകും അൽ ഖീമത്ത്, എന്റെ പൈസ കൊടുത്താൽ ഇത് വേണ്ട. തിരിഞ്ഞോ?